ഹായ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ്. ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ചെമ്പരത്തി അഥവാ ഹൈബിസ്കസ്. ഇത് വളരെ ഭംഗിയുള്ളതും നിരവധി ഔഷധ ഗുണങ്ങളുമുള്ളതുമായിട്ടുള്ള ഒരു സസ്യമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. വളർത്താൻ വളരെ എളുപ്പമാണെങ്കിലും ഈ ചെടികൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ അതിന് വേണ്ട പരിചരണങ്ങൾ നമ്മൾ കൊടുത്തേ മതിയാകൂ. പിന്നെ ഈ ചെമ്പരത്തീൻ്റെ പൂവ് ചെമ്പരത്തി ചായ ഉണ്ടാക്കാനും ഇതിൻ്റെ പൂവും ഇലകളെല്ലാം താളിയായി തലയിൽ തേക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മുടി വളർച്ചയ്ക്കൊക്കെ നല്ലൊരു ഔഷധമാണിത്. പല ആളുകളും ഇതിനൊരു അലങ്കാര സസ്യമായിട്ടും നട്ടു വളർത്തുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി കളറിലെ ചെമ്പരത്തി പൂക്കൾ വരുന്നുണ്ട്. നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെള്ള, മഞ്ഞ, ഓറഞ്ച് എന്നീ കളറുകളാണ്. അപ്പം ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 80 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഈ ചെടികൾ പൊതുവെ കുറ്റിച്ചെടികളായിട്ടാണ് കാണപ്പെടുന്നത്. പൊതുവേ 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് വളരുന്നെങ്കിലും കുറച്ച് പ്രായമായിട്ടുള്ള ചെടികൾ ചിലപ്പോൾ 3 മീറ്ററിലധികമൊക്കെ ഉയർന്ന് വരാറുണ്ട്. പ്രത്യേക പരിചരണങ്ങളോ കെയറിങ്ങോ ഒന്നും വേണ്ടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മളടുത്ത് ഇപ്പോൾ ഇതിൻ്റെ പിങ്കും വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിന് ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ പ്ലാന്റ് അഥവാ മുല്ലപ്പൂ എന്ന് പറയുന്നത്. മുല്ലപ്പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് മുല്ലപ്പൂ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സമ്മാനം എന്നറിയപ്പെടുന്ന ഒരു പുഷ്പമാണ് ഈ മുല്ലപ്പൂവ്. ഇതിന് യാസീനം എന്നുള്ളൊരു പേർഷ്യൻ വാക്കിൽ നിന്നാണ് ജാസ്മിൻ എന്ന ഇംഗ്ലീഷ് പേര് വന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നല്ല വെള്ള കളറിൽ നിറയെ പൂക്കൾ വരുന്ന ഈ പ്ലാന്റ്സിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 60 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈൻ പ്ലാന്റ് ആണ്. അക്കാന്തേസി കുടുംബത്തിൽപ്പെട്ട ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ക്ലോക്ക് വൈൻ പ്ലാന്റ് എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഇതൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് വളർത്തുന്നുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരു പന്തൽ പോലെ കെട്ടണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ക്ലോക്ക് വൈൻ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളെ സമ്മാനിക്കുന്ന ഈ പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 60 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ് ആണ്. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഈ അസേലിയ പ്ലാന്റിൽ വരുന്നത്. അല്പം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇൻ കേസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ അസേലിയ പ്ലാന്റ് എന്ന് പറയുന്നത്. റോസാപ്പൂക്കളെക്കാളും തിക്കായിട്ടുള്ള ഇതളുകളായിട്ടും ആയിരിക്കും ഈ പൂക്കളിൽ നമുക്ക് കാണാൻ പറ്റുക. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ഈ പ്ലാന്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈർപ്പം നിലനിൽക്കുന്ന മണ്ണാണ് ഈ പ്ലാന്റിന് അനുയോജ്യമായിട്ടുള്ളത്. അസിഡിറ്റി ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുമ്മായം ഇതിനകത്ത് ചേർക്കാൻ പാടില്ല. കൂടുതൽ വളം ആവശ്യമുള്ളൊരു പ്ലാന്റൊന്നും അല്ല ഇത്. എന്നിരുന്നാലും വളർച്ചയ്ക്ക് ആവശ്യമായ ജൈവവളം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയ്യിലിപ്പോൾ ഈ പ്ലാന്റിൻ്റെ വൈറ്റ്, പിങ്ക്, റെഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 130 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്സര സുന്ദരി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഫ്യൂഷിയ പ്ലാന്റ് എന്ന് പറയും. ഇത് അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. അതുകൊണ്ടാണ് ഇതിനെ അപ്സര സുന്ദരി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പൂക്കൾക്ക് കണ്ണുനീർ തുള്ളിയുടെ, അത് തൂങ്ങിക്കിടക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയാണ് ഈ പൂക്കൾക്കുള്ളത്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഈ പ്ലാന്റ്സിന് അനുയോജ്യമല്ല. തണുപ്പ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയാണ് ഈ പ്ലാന്റിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ആകർഷകമാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത്.
നമ്മൾ ഈ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് 150 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിന് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് കാറ്റലോഗും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്റലോഗ് വഴി പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പറിലേക്ക് ഷെയർ ചെയ്താലും മതിയാവും. അപ്പോൾ ഓക്കെ, താങ്ക്